നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? അവൻ പൊങ്ങച്ചവൻ പറഞ്ഞ് പുറകെ കൂടിയ സമയത്ത് നിനക്ക് അവനെ വേണമായിരുന്നു. ഇപ്പൊ അവൻ ആത്മാർത്ഥമായിട്ട് നിന്നെ ലവ് ചെയ്യുമ്പോ നിനക്ക് വേണ്ട. ഇതാണോ ആത്മാർത്ഥ ലവ്? അവൻ നിന്നെ ജീവന തുല്യ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി അവൻ നിന്റെ അടുത്ത് ഹൃദയം തുറന്ന് കാണിക്കണോ? അങ്ങനെ പറഞ്ഞു കൊടുക്ക്. നിന്റെ വിവരങ്ങൾ ഇവൾക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയേനെ. ഇങ്ങനെ മനുഷ്യരെ കൊല്ലുന്ന നീചന്മാരെ ആര് ലവ് ചെയ്യാനാ? ജീവന്റെ വില അറിയോ നിനക്ക്? മനുഷ്യൻ, ജീവൻ, എനിക്കതിന്റെ വില അറിയില്ല. ഇതെന്താ? ഓ, ഫിഷ്, ട്യൂണ ഫിഷ്. ഈ ഭൂമിയിൽ 600 കോടിയോളം മനുഷ്യരുണ്ടത്രേ. അതിൽ പകുതിയോളം പേര് ദിവസവും കടലിൽ നിന്ന് പിടിക്കുന്ന മീൻ തിന്നുന്നവരാ. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് വേവിച്ചും കറി വെച്ചും പുഴുങ്ങിയും ഫ്രൈ ചെയ്തും നീത ബണ്ണിനകത്ത് വെച്ച് കഴിക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി എത്രയോ കോടിക്കോടി മീനുകളെ നിങ്ങൾ എല്ലാവരും കൂടെ കൊന്നു തിന്നുന്നതിൽ ആർക്കും ഒരു പ്രശ്നമില്ല. എപ്പോഴെങ്കിലും യാദൃശ്ചികമായി ഒരു മനുഷ്യനൊരു മീൻ വിഴുങ്ങി അതിവിടെ ഒരു ഭൂകമ്പം തന്നെ സൃഷ്ടിക്കില്ലേ? ഒരു കുട്ടി സ്രാവ് ആരെങ്കിലും ചെറുതായിട്ടൊന്ന് കടിച്ചാൽ തീർന്നു. ലോകത്തുള്ള മുഴുവൻ ചാനലുകളിൽ കാണിച്ചിരിക്കും. ജോസ് 1, 2, 3 എന്ന സിനിമയൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് മാത്രമേ ജീവനുള്ളൂ, അത് നിങ്ങൾക്ക് ജീവനില്ലേ? മോളെ ഉള്ള ഇരിപ്പ് കണ്ടാത്തുന്നുള്ള അച്ഛനെ ലോകം ഭരിക്കുന്നു. എന്റെ ജീവൻ എടുക്കാൻ കുറെ പേര് നടക്കുന്നുണ്ട്. അപ്പൊ അവരെ ഞാൻ ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ മനുഷ്യനടുത്ത് ജനിക്കരുത്. ഈ നായ്ക്കൾ ജീവിക്കാൻ വിടില്ല. ഇതെന്റെ അവസാനത്തെ ജന്മ. ഇനി എന്നെ കിട്ടില്ല. എന്റെ കൂടെ വന്നേ. എങ്ങനെ കൂടെ വരും? ഇങ്ങനെ ഓരോരുത്തരെ കൊല്ലുന്നത് കണ്ടിട്ട് എങ്ങനെ കൂടെ വരും? നീ എന്തിനാ സൂര്യ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഈ ടെററിസ്റ്റുകൾ അപ്പപ്പോ ബോംബ് വെക്കുന്ന എന്തിനാണെന്നറിയോ? ഐഡന്റിറ്റിക്ക് വേണ്ടി. അപ്പപ്പോ വിനായകൻ പാല് കുടിക്കുന്നത് എന്തിനാണെന്നറിയോ? ഞാനും ഇവിടെ തന്നെ ഉണ്ടെന്ന് അറിയിക്കാൻ. ഇതേ ഗണപതി ഇവിടെ ദിവസവും പാല് കുടിക്കാൻ ഇറങ്ങിയ ആരും കൊടുക്കാനുണ്ടാവില്ല. ഇവിടുത്തെ ജനങ്ങളെ ഭയപ്പെടുത്തണമെങ്കിൽ അപ്പപ്പോ എവനെങ്കിലും തട്ടണം, ഇല്ലെങ്കിൽ അത്ഭുതം കാണിക്കണം. നീ എന്നെ വിട്ടിട്ട് പോയാ ഞാൻ ഇനിയും അപകടകാരിയാവുന്ന നീ കാണേണ്ടി വരും. ഞാൻ പോകും. നീ എങ്ങനെ വേണമെങ്കിലും നശിച്ചു പോയിക്കോ. നീ നിന്റെ അച്ഛനും കൂടെ ഒരു ചേട്ടി മറ്റേടത്ത് പണി കാണിക്കരുത്. മോളെ സാറൊന്നു വന്നാൽ